അതെ, നമ്മുടെ വിവാദമായ ഒരു ഗൾഫുകാരൻ്റെ പെട്ടി ഉണ്ടല്ലോ. സലീം ഒരു ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചപ്പോൾ അത് സലീമല്ല എന്ന് വാദിച്ചും ഞാനും കുറേ താത്തച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് വേണ്ടിയിട്ട് മാത്രം പൊട്ടിക്കുന്ന വീഡിയോസ് ആട്ടോ ഇത്, അല്ല വീഡിയോ ആയത്. എന്താണെന്ന് വെച്ചാൽ ഡയറി മിൽക്കൊക്കെ തിന്നാത്തോലായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല. പിന്നെ ഇത് എന്തിന് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ഇത് പൊട്ടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് കുറേ താത്തച്ചിമാർ പറഞ്ഞിട്ടുണ്ടായി ഇത് നാട്ടിലെ ഡയറി മിൽക്കാണ് എന്ന് പറഞ്ഞിട്ട്. നാട്ടിലെ ഡയറി മിൽക്കുമല്ല നാട്ടിലെ പ്രൈസൊക്കെ എഴുതു കേട്ടോ. ഇതിൻ്റെ മുകളിൽ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അറിവിൽ പോരാത്തതിന് അറബിൻ്റെ ഒരു വാചകമുണ്ട്, അൽ കുത്തഹ ആണ് എന്നും തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗൾഫിലെ ചോക്ലേറ്റ് നാട്ടിലെ ചോക്ലേറ്റും തമ്മിൽ മാറ്റമുണ്ടോയെന്ന് വെച്ചാൽ കളറിന് ഇതിന് മാറ്റമുണ്ടല്ലേ. ഈ ഒരു കളറ് അല്ലല്ലോ, ഒരു കടലാസ് വലിച്ചിട്ട് ആദ്യം ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക, എന്നിട്ടാണ് ഈ ഒരു കടലാസ് ഉണ്ടാകുക. നമ്മുടെ ഗൾഫിലത്തെ അല്ല, ഗൾഫിലത്തെ നാട്ടിലത്തെ അതാട്ടോ കണ്ടത്. ഇവിടെ ഒരു വൈറ്റ് കളറ് പേപ്പർ കാണും, അത് വലിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കളർ. അതിന് ഇത്ര ക്വാളിറ്റി ഈ ഉണ്ടാവില്ല കേട്ടോ. വൈറ്റ് കളർ ഈ കളറല്ല അല്ലേ ഉണ്ടാവല്, ഗോൾഡൻ കളറില്ലല്ല. ആരോ അത് പൊട്ടിച്ച് കറക്റ്റായിട്ട് പൊട്ടിച്ചും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ നമ്മളെ നാട്ടിലെ ഡയറി മിൽക്ക് ഉണ്ടാവുക എന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഡയറി മിൽക്ക് പല സൈസിലും ഉണ്ട്. എൻ്റെ കർത്താവ് ഇത് ഫ്രീസറിലായും വെച്ചത്. ആഹാ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട്. അത് ഒന്ന് സൈലൻ്റാക്കി. മോനെ ഒരു മിനിറ്റേ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റോ? നമുക്ക് പിന്നെ വായിക്കാൻ അറിയില്ല, ഇതാ മാത്രല്ലേ അറിയൂ, അതുകൊണ്ടാ. കേട്ടോ എടോ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു സാധനം ഒരു വല്ലാത്തൊരു എന്താ പറയുക, മരുന്നിൻ്റെ ഒരു ചൊയ ആണെങ്കിലും ആ ഫ്രീസറിൽ വെച്ചിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴേ ഫ്രീസറിൽ വെച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ ഫുഡിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ പലരും പറയും കൊതിപ്പിക്കല്ലേ ജസ്ന, കൊതിപ്പിക്കല്ലേ ജസ്ന. നിങ്ങൾ കൊതിക്കുന്നതിന് ഞാൻ എന്താക്കാനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏതായാലും സംഭവം പൊടിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പം താത്തച്ചിമാരോട് ബൈ പറയാണ്. ബൈ ഫ്രം ജസ്ന സലീം.